കാശിപ്പിന് ഞങ്ങളൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ നാട്ടിലായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുമെന്ന് അവന് യാതൊരു ഐഡിയ ഉണ്ടാവത്തില്ല. അപ്പോൾ അവൻ അത് കണ്ടു കഴിയുമ്പോൾ അവൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും നിങ്ങളും ഒന്ന് കണ്ടു നോക്കണേ. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിന്ന് കാശിപ്പിന് ഒരു സർപ്രൈസാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവനിതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. കാരണം നമ്മളിപ്പോൾ നാട്ടിലാണേ വന്നേക്കുന്നത്. അതുകൊണ്ട് നാട്ടിൽ വെച്ച് അവൻ ഇത്രയും വലിയൊരു സർപ്രൈസ് കൊടുക്കുമെന്ന് അവന് യാതൊരു ഐഡിയ ഇല്ല. കാരണം അവൻ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും വലിയ കിൻഡർ ജോയിയോ പ്രിങ്കിൾസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അല്ലാണ്ട് ഇത്രയും വലിയൊരു സംഭവം അവന് കിട്ടുമെന്ന് എന്തായാലും അവൻ പ്രതീക്ഷിക്കുന്നുണ്ടാവത്തില്ല. അപ്പോൾ ഞാനും ഏട്ടനും കൂടിയാണ് സംഭവം വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അവൻ എന്തായാലും ഞങ്ങളോട് വരാൻ വേണ്ടിയിട്ട് വാശി പിടിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും അവനെ ഇവിടെ നിർത്തണം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവിടെ നിർത്താവുന്ന ആദ്യം ഒന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് പതുക്കെ സാധനം മേടിക്കാനായിട്ട് പോകാവേ. കാശ്മീർ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്താ പോയിട്ട് വരുമ്പോ വേണ്ട കാശ്മീരിന്? പ്രിങ്കിൾസ് ഐസ്ക്രീം മതി. ഓക്കെ, അപ്പൊ പ്രിങ്കിൾസ് ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വരാവേ. സിദ്ധിക്കുട്ടിനെ നോക്കിക്കോണേ. ഓക്കെ, നമ്മള് കളിക്കാൻ പോവാണ്. സിദ്ധിക്കുട്ടിനായിട്ടോ? ഓക്കെ, ബൈ ബൈ. പ്രിങ്കിൾസും ഐസ്ക്രീമും മേടിച്ചോണ്ട് വരാവേ അച്ഛയമ്മേ. ഓക്കെ, ടാറ്റാ. എന്നാ വേണ്ടേ? ഓക്കെ. അപ്പൊ നമ്മൾ കാശ്മീരെ വീട്ടിൽ നിർത്തി. അവൻ ഇനിയിപ്പോ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കിനും ഒരു പ്രിങ്കിൾസും ഐസ്ക്രീമും മതി എന്നാ പറഞ്ഞു. അപ്പൊ നമുക്ക് അത് വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞോണ്ടാ ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പൊ ഞങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടി ഇപ്പൊ ചങ്ങനാശ്ശേരി നിന്നാണ് പോണത്. ചങ്ങനാശ്ശേരി ഏറ്റുമാനൂരിൽ നിന്നാണ് സാധനം എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇവിടുന്ന് നല്ല ദൂരമുണ്ട് ഏറ്റുമാനൂർ വരെ. ഇനിയിപ്പോ പോയിട്ട് വരുമ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ല ഇരുട്ടാവും എന്ന് തോന്നുന്നു. കാരണം ഇന്നിപ്പോ നല്ല ബ്ലോക്ക് ഉണ്ട് ഈ ഓണത്തിന്റെ തിരക്കായതുകൊണ്ട്. അപ്പൊ ഇനി ഇരുട്ടായി കഴിയുമ്പോഴത്തേക്കിനും സംഭവം എവിടെ കൊണ്ട് വെക്കും, എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതിനെ പറ്റി ഒരു ഐഡിയയും കിട്ടുന്നില്ല. വീടിനുള്ളിൽ വെച്ച് കൊടുക്കണോ പുറത്ത് വെച്ച് കൊടുക്കണോ ഒരു ഐഡിയയും കിട്ടുന്നില്ല. അതിനെപ്പറ്റി ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എവിടെ സംഭവം സെറ്റ് ചെയ്യുമെന്നൊക്കെ. നമ്മൾ ഈ സംഭവം എവിടെയായിട്ടാ സെറ്റ് ചെയ്യുന്നത്? നമുക്ക് വീടിന്റെ അകത്ത് സെറ്റ് ചെയ്യാം. കാരണം വരുമ്പോ ലേറ്റ് ആവും, ലൈറ്റ് കുറവായിരിക്കും. വീടിന്റെ അകത്ത് സെറ്റ് ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഞങ്ങളിപ്പോ നാട്ടിലോട്ട് വന്നിട്ട് ഏകദേശം ഒരു 11 മാസത്തോളം ആയിട്ടുണ്ട്. കാരണം ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. അങ്ങനെ അതിനുശേഷം നാട്ടിലോട്ട് അങ്ങനെ വന്നിട്ടേ ഇല്ല. അപ്പൊ ഇപ്പൊ നാട്ടിൽ കൂടെ പോകുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം. ഈ പോകുന്ന വഴിയാട്ടോ എന്റെ വീടും. ഏട്ടന്റെ വീട് ചങ്ങനാശ്ശേരിയിലും എന്റെ വീട് കോട്ടയത്ത് നാട്ടകത്തുമാണ്. അപ്പൊ പോകുന്ന വഴി കൂടെ എന്റെ വീട്ടിൽ കയറുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ നല്ല ലേറ്റ് ആണ്. 2 ദിവസം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പൊ ഇപ്പൊ കാശപ്പിന് വാങ്ങാനായിട്ട് എന്റെ വീടിന്റെ ആ ഒരു വഴി കൂടിയാണ് പോണേ. അപ്പൊ പോകുമ്പോഴത്തേക്ക് ഞാൻ എന്റെ വഴി ഒന്ന് കാണിക്കാവേ, വീട്ടിലേക്ക് പോകുന്നേ. ഈ വഴി കൂടെ നേരെ പോകുന്നില്ല എന്റെ വീട്ടിലോട്ടാണ്. പിന്നെ അതുപോലെ ഏട്ടനെ കണ്ടോ, ഇതാണ് എന്റെ ഏട്ടൻ. ഏട്ടന് നേരത്തെ താടിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഞങ്ങള് മുടിയൊക്കെ വെട്ടാൻ വേണ്ടി പോയപ്പോഴത്തേക്കിനും പുള്ളി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരുന്ന് ആ ചേട്ടൻ താടി ഫുള്ളങ്ങ് വടിച്ചു കളഞ്ഞു. അതിനുശേഷം ഞാനിങ്ങനെ ഏട്ടനെ കണ്ടിട്ടേ ഇല്ല കേട്ടോ. എപ്പോഴും താടിയൊക്കെ ഇവിടെ ഇച്ചിരി താടിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഏട്ടാ കാണാറ്. ഇപ്പൊ ഏട്ടൻ താടി വടിച്ചുകൊണ്ട് ഞാനൊക്കെ ഈ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ ഏട്ടന് ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഏട്ടന്റെ എക്സ്പ്രഷൻ എന്താന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയണേ. ഞങ്ങളുടെ കോട്ടയംകാരുടെ സ്വന്തം ലുലു ആണേ. ഞങ്ങളങ്ങനെ ഡേക്കാത്തലോണിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് സാധനം വാങ്ങാനാണ് പ്ലാൻ ചെയ്തത്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ക്ഷമിക്കണേ. ഇതിൽ വരുന്ന പോരായ്മകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റിൽ എന്നോടൊന്ന് പറയുകയും കൂടെ ചെയ്യണേ. എന്നെങ്കിലേ കുറച്ചും കൂടെയൊക്കെ എല്ലാം ബെറ്റർ ആക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഞാനിങ്ങനെ എല്ലാം തപ്പിത്തേടി നടന്നപ്പോഴത്തേക്കിനും ഇങ്ങനെ ഒരു സംഭവം കണ്ടേ. ഇത് സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ പിടിപ്പിക്കുന്ന ഒരു സാധനമായിരുന്നു. പിന്നെ കാശപ്പിന് ഷട്ടിൽ ബാറ്റ് വാങ്ങി. പിന്നെ ഇതെല്ലാം ഇങ്ങനെ ചുമ്മാ നോക്കി നടക്കുമായിരുന്നു അതിൻ്റെ അകത്തു കൂടെ. അങ്ങനെ എല്ലാം നല്ല രസമുണ്ടായിരുന്നു. കുറേ സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ക്യാരം ബോർഡിൽ പിന്നെ ചുമ്മാ അവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ ചുമ്മാ ഒന്ന് കളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബില്ലെല്ലാം സെറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ആണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ഈ മസാജർ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാനും ഒന്ന് ചുമ്മാ വെച്ചേക്കാവെന്ന് ഓർത്ത് നോക്കിയതാണ്. വലിയ ഗുമ്മൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മളങ്ങനെ സാധനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല അടിപൊളി മഴയായിരുന്നേ. അത്യാവശ്യം ഞങ്ങൾ നനഞ്ഞേ. അപ്പൊ നമ്മൾ സംഭവമൊക്കെ വാങ്ങിയിട്ടുണ്ട്, എല്ലാം സെറ്റാണ്. അപ്പൊ ആ കാശുകൊണ്ട് ആകപ്പാടെ പറഞ്ഞത് അവനൊരു പ്രിങ്കിൾസും ഒരു ഐസ്ക്രീമും വേണമെന്നാ. അപ്പൊ അതും കൂടെ വാങ്ങിയിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അവനുള്ള പ്രിങ്കിൾസ് വാങ്ങി, ഐസ്ക്രീം വാങ്ങിയില്ല. അവന് ചെറിയൊരു ചുമയുണ്ടായിരുന്നേ. അപ്പൊ അവൻ ഞങ്ങൾ വരുന്നതും കാത്ത് വാതൊക്കെ സെറ്റിയെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. എന്താ ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടോ? ഈ ഫ്ലേവർ
എങ്ങനെ ഉണ്ടടാ? ഇതാണ് നമ്മുടെ പിങ്ക്. സൂപ്പറാണോ? ഒത്തിരി ഇഷ്ടപ്പെട്ടോ? എന്നെടുക്കുമായിരുന്നു ഇത്ര സമയം ഇവിടെ? അയ്യോ, ഫോൺ കാണാൻ പാടില്ലാത്തതല്ലേ? ഇത്ര സമയം നീ ഫോൺ കണ്ടോ? കുഞ്ഞു ബേബിനെ നോക്കിയതേ ഇല്ലേ? ഞാനവനെ നൈസായിട്ട് അപ്പുറത്തോട്ട് മാറ്റി നിർത്തിയേക്കുമായിരുന്നേ. അപ്പോഴത്തേക്കിന് ഏട്ടൻ അത് സെറ്റ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നേ. പെട്ടെന്ന് അവനത് കണ്ടപ്പോൾ മനസ്സിലായില്ല. പതുക്കെ പതുക്കെ പൊക്കി നോക്കുവാണേ. എന്നാന്ന് പുള്ളിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നേ. അയ്യോ, അത് കണ്ട് കഴിയുമ്പം നമ്മൾ കാശിപ്പൻ അതങ്ങ് കൊടുത്തു കഴിഞ്ഞു. അവൻ ആകപ്പാട് പെട്ടെന്ന് അങ്കോശിയായി പോയി. പെട്ടെന്ന് അവനൊട്ടും പ്രതീക്ഷിക്കാത്തതിൻ്റെ ആ ഒരു സന്തോഷം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ കുട്ടി സർപ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സർപ്രൈസും ചെറിയ ചെറിയ വ്ളോഗും ഒക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണേ.